ചിരി എൻ്റെ മുടിയൊക്കെ പറഞ്ഞു. എൻ്റെ മുടിയൊന്നുമല്ല ഗൈസ്. നമ്മൾ എവിടെ പോകണം? മറ്റേ എന്തിനാണ്ടാ സ്ഥലത്തിൻ്റെ പേര്? പെരുമാതറ. ഗൈസ് നമ്മൾ പെരുമാതറ പോവുകയാണ്. ചെന്നിട്ട് കാണാം. നമ്മൾ പെരുമാതറ എത്തി. ഇത് വഴിയാ ഇവിടെ വെച്ചു. ഇവിടെ എന്തൊക്കെയോ സമരവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഇവർ ചൂണ്ടയൊക്കെ ഇടാൻ നിൽപ്പുണ്ട്. GB തികയോ? സിനിമ കാണുന്നതാണ്. നല്ലോണം ചാടി വരണം. ഞാൻ വീണ്ടും 2019 ഞാൻ 2019 ആദ്യമായിട്ടല്ല അവസാനമായിട്ട് വ്ളോഗ് ഇട്ടത്. പിന്നെ കൊറോണ വന്നത് നിർത്തേണ്ടി വന്നു. പിന്നെ ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷം പിന്നെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ച്. ഈ വീഡിയോ ഇടുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. സാജൻ നമ്മൾ പെരുമാതറ വരെ വന്നാണ് ഊട്ടി ചെയ്ത് പറഞ്ഞു. നിങ്ങൾക്ക് പെരുമാതറ കാണിച്ചു തരാം. ഇവിടെ എന്തോ മണലെടുക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നതെന്നാണ്. ഇവിടെ മണലൊന്ന് അടയോടാ, അതെടുത്ത് മാറ്റുന്നത് അങ്ങാണ്ടാണ്. മനസ്സിലായി? ഇതുവഴി അവർക്ക് പോകാൻ പറ്റൂല. ഡ്രഞ്ചിങ് എന്നോ എന്തോ സാധനമാണ് പറയണം. ഇന്നലെ ഇവിടെ സമരം ഉണ്ടായിരുന്നു. മാറ്റാം. ഇത് കണ്ട, ഇതുവഴി കപ്പൽ വെള്ളം പോകില്ല. ഇതിപ്പോൾ മണലൊന്ന് മൂടിയതാണ്. അവർ ഈ മണലെടുത്ത് തന്നെത്താൻ മൂടിയത്. അത് ഇവിടുത്തെ എന്തോ ഇത് പണിഞ്ഞതിൻ്റെ പ്രശ്നമാണ്. ഇതിട്ടത് അങ്ങാണ്ട ഏതോ ഒരു തിര വന്നിട്ട് ഈ മണലങ്ങാണ്ട് നിറയും ഇവിടെ. നമ്മൾ നടന്ന് അങ്ങ് അറ്റം വരെ പോവുകയാണ്. മുടിയൊക്കെ ഒതുക്കി വെച്ചാൽ ഞാൻ ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഈ വ്ളോഗ് ഞാൻ കട്ട് ചെയ്യാതെ ഇടാൻ പോണ എല്ലാം ഇടും. ഫുൾ റോ ആണ്. എല്ലാം ഇടും. നമുക്ക് നബീൻ്റെ അനിയൻ്റെ കല്യാണം ഒരു നടക്കണം കേട്ടോ. ഗൈസ് നബീൽ വന്നിട്ടുണ്ട്. ഇതാണ് നബീൻ്റെ അനിയൻ. തിരക്കെടുക്ക. ഇവിടെ ഈ ഇട്ടേക്കുന്ന സാധനത്തിൻ്റെ പേരാണ് എന്തോ പുലിമുട്ടെന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ എന്താണ് അതിൻ്റെ പേര് അറിയാമോ? ഈ മുട്ടിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഈ ഇംഗ്ലീഷ് പേര് ട്രൈപ്പോഡ് എന്നങ്ങനെ ഈ സാധനത്തിൻ്റെ പേര്. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. പക്ഷെ എന്തോ അങ്ങനെ. ഇറങ്ങണോ? എൻ്റെ മുമ്പിലൊക്കെ വന്നിരിക്കുന്നു. എടാ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടില്ല. മഴക്കോളും മഴ പൊടിയുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകണം. ഇത്രയും ദൂരം അങ്ങ് പോകണം. നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട്. ഇത് നമ്മൾ പാലത്തിൻ്റെ മണ്ടേ കയറി. ബാക്കി കടൽ.
ഫ്രണ്ടിൽ കടൽ, ബാക്കിൽ കായലും. അങ്ങോട്ട് പോയാൽ വർക്കല, ഇങ്ങോട്ട് പോയാൽ തിരുവനന്തപുരം. പെണ്ണ് കിട്ടാത്ത സങ്കടത്തിൽ പാലത്തിൽ നിന്ന് താഴെ ചാടാൻ വേണ താഴെ. ഇതൊക്കെ ഞാൻ ഇടുവേ. ഇതിൽ കട്ടില്ല ഗൈസ്, ഇതിൽ കട്ടില്ല. ഒരു പെണ്ണ് കളഞ്ഞിട്ട് പോയതിന് ശേഷം ഇപ്പം മേളി നോക്കി, പാലത്തിൻ്റെ മേളിൽ പോയാൽ താഴെ ചാടണം. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവൻ. പെരുമാതുറയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തോട്ട്. ചിരി കണ്ട നമ്മളിവിടെ ഇവൻ്റെ ഒരു ബന്ധുവിൻ്റെ അല്ല ചേട്ടൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇവിടെ ഒരു ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ്. ഒരു സ്പൂക്കി വഴി പെട്ടുപോയി. പുൽക്കാട്. എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തുമായിരിക്കും. ഇത് കടക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ്. ഞാനൊന്ന് മാപ്പ് നോക്കി. ഇടത്തോട്ട് നമ്മൾ അവസാനം ടാറുള്ളൊരു റോഡ് കിട്ടി. ഷാജൻ അറിയാമെന്നാണ് പറയണത്. ഇനി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് വീടെത്തി. അപ്പോൾ ഇനി പിന്നെ കാണാം. ചായ കുടിക്കാൻ ഈ ചായക്കടയിൽ വന്നു. ഇവിടെ ഒരു സംഭവമുണ്ട്. നമ്മൾ വിത്തൗട്ടാണ്. വിത്തൗട്ട് വലിയൊരു മഴയും കൊടുങ്കാറ്റും വരുന്നെന്നാണ് തോന്നുന്നത്. ഇവൻ പറന്നു പോകുന്നുണ്ടോ? അത് പൂട്ടി. ഇവിടെ കനത്ത മഴ കാരണം നമ്മൾ സ്കൂട്ടി മാറ്റി. ഇല്ലെങ്കിൽ മഴ നനഞ്ഞ് പനി പിടിക്കും. ഇനി നേരെ ക്ലിഫിലോട്ട് പോകണം, വർക്കല. ഇനി ലൈറ്റ് ഓഫ് ചെയ്തോ. എത്താറായി, പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ മൊത്തം ഞാൻ ഇപ്പം ഇല്ല, കുറച്ച് മുമ്പെയൊക്കെ തമിഴ്നാട്ടുകാരെ വണ്ടിയായിരുന്നു. അവർ വന്നിട്ട് ഇവിടെയൊക്കെ വെച്ച് വേവിച്ചൊക്കെ കഴിക്കും. അപ്പം ഇന്ന് മഴ ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചേ കാണുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവനും പോകുന്നത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ പോകാറില്ല ഞായറാഴ്ച. അതേ പയ്യൻ വണ്ടി ഓടിക്കുമ്പോൾ വായിലിങ്ങനെ വിരലിട്ടോണ്ടിരിക്കുക എപ്പോഴും. കണ്ട, ഇതാണ് തമിഴന്മാരെ വണ്ടി. ഇമാരെ കാരണം ഇവിടെ ഇപ്പം വണ്ടി പോലും ഇടാൻ പറ്റുന്നില്ല. വലിയ വലിയ ബസ്സിലൊക്കെയാണ് വന്ന് ഇറങ്ങുന്നത്. കുഴപ്പമില്ല, കുറേ പൈസയൊക്കെ കിട്ടും ഇവിടെ ഉള്ളവർക്ക്. ഇവന്മാരെന്തെന്ന് വെച്ചാൽ ഈ കുഞ്ഞു വഴി കൂടെയൊക്കെ വണ്ടി ഇടിച്ച് കയറ്റിക്കളയും. അതേ ഉള്ളു പ്രശ്നം. ഫുള്ളൊന്ന് അയ്യോ ഫുള്ള് ഇവിടെ ബ്ലോക്ക്. നമ്മൾ മിക്കവാറും പോവില്ല. ഇല്ല, പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു വലിയ ബസ് വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ആയതാണ്. നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നൊരു ദിവസം ക്ലിഫിൽ പോയി കാണിച്ചു തരാം. അപ്പോട്ടെ. അനിയ വൈപ്പർ ഓഫി. മഴയില്ലല്ലോ. ഇല്ലടാ, മിക്കവിടെ കയറ്റി വിടും. ഇല്ല, അത് ഈ വണ്ടി പോകാനാണോ അവർ കയറ്റി വിടുമല്ലോ. ഇന്ന് ചിലപ്പോൾ വണ്ടി കണ്ട വലിയ ബസ്സിലൊക്കെയാണ് ഇടിച്ച് കയറ്റി വരുന്നത്. കുഞ്ഞു റോട്ടിൽ കൂടെയൊക്കെ ഫുൾ കളർഫുള്ളാണ് മര ബസ്സൊക്കെ. പുലിയ കണക്കത്തൊരു ബസ്സൊക്കെ ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന. സ്ട്രൈപ്പൊക്കെ ഉള്ള സിംഹം പുലിയൊക്കെയാണ് മര ബസ്. ഇതാ പോലീസുകാരൻ. അകത്തോട്ട് വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് മറ്റേ അപ്പുറത്തെ വഴി പോയാലോ? എന്തായാലും വന്നേടാ. സൺഡേ ഇതാണ് ഇവിടുത്തെ വിഷയം. ആരും സൺഡേ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ നിൽക്കല്. ഭയങ്കര ആളാണ്. അപ്പോൾ നമ്മളകത്ത് കയറാറാവുമ്പോൾ കാണിക്കാം. ഗൈസ്, നമ്മളകത്ത് കയറി. അവരെന്തോ അകത്തോട്ട് കയറ്റി വിട്ട്. വണ്ടി കുറവുള്ളതുകൊണ്ടായിരിക്കും. പോട്ടെ. നമ്മളകത്ത് കയറി. ഇനി അടുത്തത് പാർക്കിംഗ് കണ്ടുപിടിക്കണം. അപ്പം അതടുത്ത സീൻ. ഇവിടെ ഇടാൻ പോവുകയാണ്. സന്തോഷമാവട്ടെ.
നോക്കിയപ്പോ ഒരു അണ്ണാ കൊഞ്ചം വഴി. ഗൈസ് നമ്മളിവിടെ ക്ലിഫിലെത്തി. വേണ്ട പുലിവണ്ടി. ചെറിയ മഴയുണ്ട്. മാമൻ ബോഡി ഷോ ആണ്. ഇന്ന് നമ്മൾ ബീച്ച് ഹോപ്പിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ അടിയിൽ പോയിക്കാം. ഗൈസ് കുറച്ച് മഴയുണ്ട്, അപ്പം നമുക്ക് മരത്തിൻ്റെ അടിയിലും എല്ലാം പോയിക്കാം. മഴയാണെങ്കിലും ഒരു കുറവുമില്ല, ഇവിടെയൊക്കെ നിറച്ചാള്. നമ്മൾ പ്ലാൻ മാറ്റി. ഇവിടെ മഴ കാരണം നിൽക്കാൻ മതി, അതുകൊണ്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കാൻ പോകണം. പൊറോട്ടയല്ല, ചിക്കൻ ഫ്രൈ കഴിക്കാൻ പോകണം. പയ്യൻ ബീഫ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം. ഒരു സെറ്റപ്പ് കടയുണ്ട്. ഹോട്ടലിലെത്തി. ഇതാണ്. ഇല്ലെന്ന് തോന്നുന്നു, രാത്രി ആയില്ല. നീ ഇവിടെ ഇട്ടോ, നീ ഇട്. മാറ്റാൻ പറയുന്നെങ്കിൽ മാറ്റാം. കയറ്റി ഇടാ. ആ ബെസ്റ്റ്. കുളത്തിലാണ് ഞാൻ. മുമ്പോട്ട് ഇടും. അവിടെ സ്ഥലമുണ്ടോ ഈ ഓൾട്ടോടെ അപ്പുറത്ത്? ഗൈസ് ഇതാണ് കട. ഇവിടെ നമ്മൾ നമ്മളൊരു ബീഫ് ഫ്രൈയും ഒരു ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. എനിക്ക് അപ്പം, ഇവന് പൊറോട്ട. ഗൈസ് ഇവന് ബീഫ് ഫ്രൈ ആണ്. കഴി റെക്കോർഡാവുന്നുണ്ട്. താവുണ്ട്. ചിക്കൻ ഫ്രൈ നീ കഴിച്ചിട്ട് വരാം. ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. ഇന്ന് നമ്മളെ സൺഡേ വ്ളോഗായിരുന്നു കഴിഞ്ഞ്. ഓക്കെ, അപ്പം ഇനി അടുത്തതിൽ കാണാം.